ശ്രീ എം ആർ അഭിലാഷ് മറുപടി അതുപോലെ തന്നെ ഈ ഇവിടെ ഈ ജെൻഡറിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇവിടെ കെമാൽ പാഷ സാറാണ് അത് സൂചിപ്പിച്ചത്, പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്ന്. അത് ജസ്റ്റിസിനെ പോലെയുള്ള ഒരാൾക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണോ? അല്ല, അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ശ്രീ മഞ്ജുഷ്, ഇവിടെ ശ്രീമതി നിഷ ചൂണ്ടിക്കാട്ടിയതുപോലെ ജെൻഡർ അവിടെ ഒരു ഘടകമാകേണ്ട കാര്യമില്ല. പിന്നെ അഭിഭാഷകനായിട്ടുള്ളതല്ല, ഒരു മനുഷ്യനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു കുറ്റബോധവും അവർക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. വിശ്വസിച്ച് ഒരു മനുഷ്യനെ ഇതുപോലെ മരുന്നാണെന്ന് പറഞ്ഞ് വിഷം കൊടുത്ത് വളരെ ഡയബോളിക്കായിട്ട് കൊലപ്പെടുത്തിയതിനു ശേഷം ആ സ്ത്രീക്ക്, ഒരു ചെറുപ്പക്കാരിക്ക്, ഒരു കുറ്റബോധവും ഇത്രയും നാൾ ജയിൽവാസത്തിന് ശേഷം, കുറ്റവിചാരണ നേരിട്ടതിന് ശേഷം ഒരു കുറ്റബോധവും ഇല്ലെന്ന് മാത്രമല്ല, പരമാവധി ശിക്ഷ കിട്ടാൻ പോകുന്നത് ജീവപര്യന്തമാണെന്നും അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുമെന്നും ഒക്കെ പറയുക എന്ന് പറഞ്ഞത് അവരിൽ ഒട്ടും റിമോഴ്സ് ഇല്ല. അത് നമ്മളൊരു സമൂഹത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനകത്ത് തെറ്റില്ല. കാരണം അവരുടെ ആ ഒരു കോൺഫിഡൻസ് കുറ്റവാളികൾക്കും അല്ലെങ്കിൽ നാളെ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവർക്കും വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. നിങ്ങൾ കൊന്നോളൂ, ആരെ വേണമെങ്കിലും കുത്തിക്കൊന്നോളൂ, കത്തിച്ചു കൊന്നോളൂ, 14 വർഷം കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചോളൂ. പക്ഷേ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ റിമോഴ്സ് ഇല്ല, കുറ്റബോധം ഇല്ല എന്നത് അതൊരു അഗ്രവേറ്റിംഗ് ഫാക്ടറായിട്ട് ഇന്ത്യൻ നിയമത്തിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ശിക്ഷയുടെ എന്താണ് ആ ശിക്ഷ എന്ന് തീരുമാനിക്കുന്നതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ കാഠിന്യമുള്ള ശിക്ഷ കൊടുക്കണമെന്ന് കോടതി അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നു. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, യാതൊരു സംശയമില്ല. ഒന്ന്, വളരെ കരുതിക്കൂട്ടി ചിന്തിച്ചുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഒഫൻസ് ആണിത്. അത് ഒരു വഞ്ചനയിലൂടെയാണ് ഈ ഒഫൻസ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വടിയെടുത്ത ഒരാളുടെ തടിക്കഷ്ണം എടുത്ത് തലക്കടിച്ച് കൊല്ലുന്നത് പോലെയല്ല, ഹീറ്റ് ഓഫ് ദ മൊമെന്റിലല്ല വന്നിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട്. അപ്പൊ ലീനിയൻസി ഒഫൻസിൽ സാധാരണ അർഹിക്കാത്ത തരത്തിലുള്ളതാണ്. പിന്നെ അത് കൂടാതെ വൾണറബിലിറ്റി ഓഫ് ദ വിക്ടിം, അതും സുപ്രീം കോടതിയുടെ നിയമപ്രകാരം ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. ഇപ്പോ വിശ്വസിച്ച് ആരോഗ്യപരമായിട്ട് പ്രശ്നം നേരിടുന്ന ഒരാള് എന്ത് സാഹചര്യത്തിലാണ് ഈ കഷായം കൊടുത്തതെന്ന് എനിക്കറിയില്ല. അയാൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനകത്ത് ആ വഞ്ചനയുടെ തീവ്രത, വിക്ടിം വൾണറബിൾ ആണ്. പിന്നെന്ന് മാത്രമല്ല, റിപ്പീറ്റഡ് ഒഫൻസ്, ഇതിനു മുമ്പും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് റെക്കോർഡിൽ വരികയും കോടതി ഫൈൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അതും അതിനകത്ത് ഒരു അഗ്രവേറ്റിംഗ് സാഹചര്യമാണ്. അപ്പോ അഗ്രവേറ്റിംഗ് സാഹചര്യം, ശിക്ഷ കഠിനമായിട്ട് കൊടുക്കാൻ പല സാഹചര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ തന്നെയും പൊതുവെ ഈ ഒഫൻസിന്റെ നേച്ചറും ബച്ചൻ സിംഗ്, മച്ചി സിംഗ് വിധികളും, മച്ചി സിംഗിലെ ഉദാഹരണം വരെ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, അതൊക്കെ പരിഗണിക്കുമ്പോൾ അവർക്ക് ഹൈക്കോടതി അത് കൺഫേം ചെയ്യുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ ശ്രീ എം ആർ അഭിലാഷ്, കൊൽക്കത്തയിലെ ഈ ആർജികർ ആശുപത്രിയിലെ കൊലപാതകം, ബലാത്സംഗ കൊലപാതകം, അവിടെ നീതി കിട്ടിയിട്ടില്ല എന്ന നിലപാട് താങ്കൾക്കുണ്ടല്ലോ അല്ലേ? പക്ഷെ അതിന് നിഷ പറഞ്ഞ ഒരു ന്യായീകരണം ഉണ്ടല്ലോ, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ നീതി കിട്ടിയിട്ടില്ല എന്നൊരു കാഴ്ചപ്പാട് എനിക്കില്ല ശ്രീ മഞ്ജുഷ്. ആ വിധിന്യായം ഞാൻ വ്യക്തമായിട്ട് വായിക്കുകയുണ്ടായില്ല, സമയം കിട്ടിയില്ല, കോടതിയിലായിരുന്നു. പക്ഷെ പത്രമാധ്യമങ്ങളിലൂടെ ടെക്സ്റ്റിലൂടെ അറിയാൻ കഴിഞ്ഞതനുസരിച്ച് ഇപ്പം ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ഒരു പൊതുവായിട്ടുള്ള ആ ഒരു ശിക്ഷ എന്നതുകൊണ്ട് ലൈഫ് ഇംപ്രിസൺമെന്റ്, മർഡർ എന്ന് പറയുന്ന, കൊലപാതകം എന്ന് പറയുന്ന കുറ്റകൃത്യത്തിന് കൊടുക്കാവുന്ന പൊതുശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് എത്രത്തോളം ഈ അന്വേഷണം ഫെയർ ആയിരുന്നു, ഇതിനകത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മമതാ ബാനർജിയുടെ സ്വാധീനം, രാഷ്ട്രീയപരമായിട്ട് ആരെങ്കിലും ഒക്കെ സംരക്ഷിക്കപ്പെട്ടോ, ഇതൊന്നും നമുക്കറിയില്ല. ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ അവിടെ നീതി കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വർക്ക് പ്ലേസിൽ ഒരു ട്രെയിനി ഡോക്ടർ, ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ഇര, അവരേറ്റവും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതായ ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരാളെയാണ് അവരുടെ തൊഴിൽ സ്ഥലത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് വലിയ പരമാവധി ശിക്ഷ കൊടുക്കാനുള്ള അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് അത് കണക്കാക്കപ്പെടേണ്ടതാണ്. വിധിന്യായം പൂർണ്ണമായിട്ട് വായിക്കാത്തത് കൊണ്ടും, എന്തൊക്കെയാണ് കോടതിയുടെ മനസ്സിൽ വായിക്കാൻ കഴിയാത്തത് കൊണ്ടും, എന്തൊക്കെയാണ് കോടതിയുടെ മനസ്സിൽ വെയ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും അത് സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, സ്ത്രീയാണ് എന്നതുകൊണ്ട് ഈ വിഷയത്തിൽ അവർ ഒരു പരിലാളനയും അർഹിക്കുന്നില്ല. ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു കുറ്റവാളിയായിട്ട് തന്നെയാണ് സമൂഹം അവരെ കാണേണ്ടതായിട്ടുള്ളത്. പിന്നെ ശിക്ഷ കൊടുക്കുന്നത് കോടതി വിധിന്യായങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ അതൊരു പരിമിതി അവിടെ നിലനിൽക്കുന്നു.